നമസ്കാരം, എല്ലാവർക്കും ദ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10-ാം തീയതി നടന്ന മെയ് 10-ാം തീയതി തൊട്ട് ശനിയാഴ്ച നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ജോഗ്രഫി പോർഷൻസ് ആണ്. 3ഉം 4ഉം ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ നിന്ന് വന്നതായിരുന്നു. പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള 2 ചോദ്യങ്ങളാണ്. ഒന്ന് വേൾഡ് ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, 2 സോയിലിന്റെ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഈ 2 ചോദ്യങ്ങളും +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും വന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും ചില ചോദ്യത്തിനകത്ത്, അതായത് ഈ ഒരൊറ്റ ചോദ്യത്തിനകത്ത് കൃത്യമായിട്ട് +1 ടെക്സ്റ്റ് ബുക്കിനകത്ത് മുഴുവനായിട്ടില്ല. നമ്മളത് സോയിലിന്റെ പ്രൊഫൈല് നല്ല വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ അതിന് ആൻസർ എഴുതാൻ സാധിക്കൂ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്ലൈമറ്റ് ടൈപ്പ് ഈസ് കോമൺ ടു സദേൺ കാലിഫോർണിയ, സെൻട്രൽ ചിലി ആൻഡ് സദേൺ ടിപ്പ് ഓഫ് ആഫ്രിക്ക? ഈ 3 സ്ഥലങ്ങളിലുള്ള ക്ലൈമറ്റ് ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. സുഡാൻ ടൈപ്പ് ആണോ, ടെമ്പറേറ്റ് കോണ്ടിനെന്റൽ ക്ലൈമറ്റ് ആണോ, ചൈന ടൈപ്പ് ആണോ, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ ഒരു ചാപ്റ്റർ വരുന്ന മേഖല എന്ന് പറയുന്നത് ലോക കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റിയിട്ട് പറയുന്ന +1 ടെക്സ്റ്റ് ബുക്കിനകത്ത് ചാപ്റ്റർ നമ്പർ 12 ആണ്. ഇതിനകത്ത് കൃത്യമായിട്ട് ഈ ഒരു പോർഷൻ കിടപ്പുണ്ട്. അത് എവിടെയാണെന്ന് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് പറയുന്ന പോർഷൻ എടുക്കുക. മെഡിറ്ററേനിയൻ കാലാവസ്ഥ CS എന്നാണ് ഇതിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. പേര് സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റും കൂടാതെ അക്ഷാംശം 30 ഡിഗ്രിക്കും 40 ഡിഗ്രിക്കും ഇടയിൽ ഉപോഷ്ണ മേഖലയിലുള്ള പടിഞ്ഞാറൻ തീരങ്ങളിലും മധ്യ കാലിഫോർണിയ, സെൻട്രൽ കാലിഫോർണിയ, സെൻട്രൽ ചിലി, ആസ്ട്രേലിയയുടെ തെക്കു കിഴക്കൻ തീരങ്ങളിലും തെക്കു പടിഞ്ഞാറൻ തീരങ്ങളിലും ഏത് കാലാവസ്ഥ? മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഈ പ്രദേശം വേനൽക്കാലത്ത് ഉപോഷ്ണ ഉച്ചമർദ്ദത്തിനും ശൈത്യകാലത്ത് പശ്ചിമവാതത്തിനും വിധേയമാകുന്നു. ആയതിനാൽ ചൂടുള്ള വരണ്ട വേനലും മഴയുള്ള മിതമായ ശൈത്യകാലവും ഇവിടെ അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് മാസിക ശരാശരി, അതായത് മന്ത്ലി ആവറേജ് ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസിനും ശൈത്യകാലത്ത് 10 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും ഇവിടുത്തെ കാലാവസ്ഥ. വാർഷിക വർഷണത്തിന്റെ അന്തരം 35 സെന്റിമീറ്റർ മുതൽ, അതായത് മഴ 35 സെന്റിമീറ്റർ മുതൽ 90 സെന്റിമീറ്റർ വരെയാണ്. ഇതാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം കൃത്യമായിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. അവിടെ ആ സ്ഥലപ്പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സദേൺ ടിപ്പ് ഓഫ് ആഫ്രിക്ക മാത്രമേ ഉള്ളൂ നമുക്ക് തെറ്റിപ്പോകുന്നത്. സദേൺ കാലിഫോർണിയ, സെൻട്രൽ ചിലി, സദേൺ ടിപ്പ് ഓഫ് ആഫ്രിക്കയിലെ ഏത് കാലാവസ്ഥ എന്ന് ചോദിച്ചു. അതിവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മധ്യ കാലിഫോർണിയ, മധ്യ ചിലി, ഓസ്ട്രേലിയയുടെ തെക്ക് കിഴക്കൻ തീരങ്ങൾ, തെക്ക് പടിഞ്ഞാറൻ തീരങ്ങളിൽ അനുഭവപ്പെടുന്നത് മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ്. അപ്പൊ ഈ വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ലെവലില് എപ്പോഴും PS ചോദിക്കാറുള്ള ഒരു മേഖലയാണ്. ഇപ്പൊ ആവർത്തിച്ച് ചോദിക്കുന്ന മേഖലയാണ് കെപ്പന്റെ കാലാവസ്ഥാ വിഭാഗം എന്ന് പറയുന്നത്. ഈ കാലാവസ്ഥാ വിഭാഗം കൃത്യമായി പഠിക്കുന്നവർക്ക് മാത്രമേ ഇത് അറ്റൻഡ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇത് വിട്ട് കളയേണ്ട. 2 ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസിൽ ഇത് വന്നാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കേപ്പന്റെ കാലാവസ്ഥാ വർഗീകരണ പദ്ധതി എന്ന് പറയുന്നത് ലോകത്ത് പരക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. സസ്യജാലങ്ങളുടെ വിതരണം കാലാവസ്ഥയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നാണ് ഇദ്ദേഹം കണ്ടത്. എന്തൊക്കെയാണ് സസ്യജാലങ്ങളുടെ വിതരണം? എന്തായി സസ്യജാലങ്ങളുടെ വിതരണം എന്ന് പറയുന്നത്? നമ്മള് ഇപ്പൊ പലതരത്തിലുള്ള നാച്ചുറൽ വെജിറ്റേഷൻസിനെ പറ്റി പഠിക്കില്ലേ? അതിന്റെ വിതരണവും അവിടുത്തെ ക്ലൈമറ്റും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആര് കണ്ടെത്തിയിട്ടുണ്ട്? കേപ്പൻ കണ്ടെത്തിയിട്ടുണ്ട്. ഊഷ്മാവിന്റെയും വർഷണത്തിന്റെയും തോത്, അതായത് ഹ്യൂമിഡിറ്റിയുടെയും മഴയുടെയും തോതും സസ്യജാലങ്ങളുടെ വിതരണ ക്രമവും ഒക്കെ ബന്ധപ്പെടുത്തി അദ്ദേഹം എന്ത് നടത്തിയിട്ടുണ്ട്? കാലാവസ്ഥയെ വർഗീകരണം നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഊഷ്മാവ്, മഴയുടെ തോതും ഒക്കെ വെച്ചിട്ട് അദ്ദേഹം സസ്യജാലങ്ങളുടെ വിതരണ ക്രമം ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് കാലാവസ്ഥാ വർഗീകരണം നടത്തിയത്. വാർഷികവും മാസികവുമായ ശരാശരി ഊഷ്മാവിനെയും വർഷണം. വാർഷികം മീൻസ് ആനുവൽ ആയിട്ടുള്ള രീതിയിലുള്ളതും, അതായത് ആനുവൽ ആയിട്ടുള്ള ചൂട്, അതുപോലെ മഴ, അതുപോലെ മാസത്തിൽ ഉണ്ടാവുന്ന ഊഷ്മാവ്, മഴ, ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹം വർഗീകരിച്ചിട്ടുള്ളതാണ് കേപ്പന്റെ കാലാവസ്ഥ വർഗീകരണ രീതി, അഥവാ കേപ്പൻസ് സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് അദ്ദേഹം ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തില് വലിയ അക്ഷരം ചെറിയ അക്ഷരം ഒക്കെ ചിഹ്നങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് വർഗീകരണം നടത്തിയിട്ടുണ്ട്. വർഷം നോക്കുക, 1918 വികസിപ്പിച്ച് കാലാകാലങ്ങളായി മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യപ്പെട്ടെങ്കിലും ഈ രീതി പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, 5 പ്രധാന കാലാവസ്ഥാ വിഭാഗങ്ങളിൽ 4 ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിലും
ഒരെണ്ണം മഴയുടെ അടിസ്ഥാനത്തിലും തരംതിരിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5 കാലാവസ്ഥാ വിഭാഗം. 4 എണ്ണം എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിൽ. ഒരെണ്ണം എന്തിന്റെ അടിസ്ഥാനത്തിൽ? മഴയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം തരംതിരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഈ എ സി ഡി ഇ, ക്യാപിറ്റൽ എ സി ഡി ഇ, എ ബി ഇല്ല കേട്ടോ, എയും സിയും ഡിയും ഇയും, ഈ വലിയ അക്ഷരങ്ങള് ഹ്യൂമിഡ്, അതായത് ആർദ്ര കാലാവസ്ഥയും, ബി ഇടയ്ക്കുള്ള ബി മിസ്സിംഗ് അല്ലേ, അത് ഡ്രൈ കാലാവസ്ഥയും സൂചിപ്പിക്കുന്നു. എ ബി സി ഡി ഇ ആണ് അതിനകത്ത് 5 കാലാവസ്ഥ വിഭാഗം. ബി അങ്ങ് ഒഴിവാക്കിയിട്ട് അതിനെ ഡ്രൈ ആയിട്ടും ബാക്കി എ സി ഡി ഇ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്തിനെ കാണിക്കും? ആർദ്ര കാലാവസ്ഥ, ഹ്യൂമിഡിറ്റിയെ കാണിക്കുന്നു. ഓക്കെ, അതുപോലെ മഴയുടെയും ഊഷ്മാവിന്റെയും സവിശേഷതകളെ ആസ്പദമാക്കി കാലാവസ്ഥാ വിഭാഗങ്ങളെ നമ്മൾ വീണ്ടും തരംതിരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം തരംതിരിക്കുന്നുണ്ട്. ഇങ്ങനെ തരംതിരിക്കുന്ന കാലാവസ്ഥാ ഉപവിഭാഗങ്ങളെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ബി സി ഡി ഇ വെച്ചിട്ട് കാലാവസ്ഥാ പ്രധാന വിഭാഗം. ഇനി അദ്ദേഹം മഴയുടെയും ഊഷ്മാവിന്റെയും സവിശേഷതകളെ ആസ്പദമാക്കി ഇതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് സ്മോൾ ലെറ്റേഴ്സിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങളായിട്ടുള്ള എഫ്, എം, ഡബ്ല്യു, എസ്, ഇത് വരൾച്ചാ കാലങ്ങൾ. ഏതൊക്കെ? എഫ്, എം, ഡബ്ല്യു, എസ് ഇത് ചൂടുകാലങ്ങളെയും, എഫ് വരണ്ട കാലത്തിന്റെ അഭാവത്തെയും, എം മൺസൂൺ കാലാവസ്ഥയെയും, ഡബ്ല്യു വരണ്ട ശൈത്യകാലത്തെയും, എസ് വരണ്ട വേനൽക്കാലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ സ്മോൾ ലെറ്റർ എ ബി സി ഡി എന്നീ അക്ഷരങ്ങൾ ഊഷ്മാവിന്റെ തീവ്രതയാണ്, അതായത് കൂടി നിൽക്കുന്നതാണ് സൂചിപ്പിക്കുന്നത്. വരണ്ട കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന ബി എന്ന അക്ഷരത്തിന്റെ ഉപവിഭാഗങ്ങളായി വലിയ അക്ഷരങ്ങളായ എസ്, അതായത് പുൽപ്രദേശം, ഇത് പ്രീവിയസ് ചോദ്യമായിരുന്നു, അല്ലെങ്കിൽ അർദ്ധവരണ്ട കാലാവസ്ഥ ഡബ്ല്യു മരുഭൂമി കാലാവസ്ഥയും സൂചിപ്പിക്കുന്നത്. അപ്പൊ എസ് എന്താ? പുൽപ്രദേശം, സ്റ്റെപ്പി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. അതുപോലെ അർദ്ധവരണ്ട കാലാവസ്ഥ ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യു മരുഭൂമി കാലാവസ്ഥ. ഓക്കെ, ഇത്രയുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ ടേബിൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈസി ആയിട്ട് നമുക്കൊരു മാർക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. നോക്കിക്കേ, എ എന്ന് പറയുന്നത് ഉഷ്ണമേഖല ആർദ്ര കാലാവസ്ഥയാണ്. ഉഷ്ണമേഖല ആർദ്ര കാലാവസ്ഥ. ഇവിടെ ഉഷ്ണമേഖല ഈർപ്പം എ എഫ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഉഷ്ണമേഖല മൺസൂൺ എ എം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഈർപ്പമുള്ളതും വരണ്ടതുമായിട്ടുള്ള ഉഷ്ണമേഖല എ ഡബ്ല്യു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഉഷ്ണമേഖല സ്റ്റെപ്പി, അതെവിടെയാ വരുന്നത്? വരണ്ട കാലാവസ്ഥയിലാണ്, ബിയിലാണ് വരുന്നത്. സ്റ്റെപ്പി പുൽമേട് ബി എസ് എച്ച് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഉപോഷ്ണ മരുപ്രദേശം ബി ഡബ്ല്യു എച്ച്. കണ്ടോ, ഡബ്ല്യു എന്താണെന്ന് നമ്മൾ പറഞ്ഞു? മരുപ്രദേശമാണ്. ഉപോഷ്ണ മേഖല മരുപ്രദേശം വരുമ്പം ബി ഡബ്ല്യു എച്ച്. മധ്യ അക്ഷാംശ സ്റ്റെപ്പി ബി എസ് കെ. മധ്യ അക്ഷാംശ മരുപ്രദേശം ബി ഡബ്ല്യു കെ. അതുപോലെ സി എന്താ? ഉഷ്ണ സമ ശീത കാലാവസ്ഥ. ഉഷ്ണ സമശീത കാലാവസ്ഥ സിയും. അതുപോലെ അതായത് ഈ മെഡിറ്ററേനിയൻ നമ്മൾ പറഞ്ഞില്ലേ, സി എസ് എന്ന് പറയുന്ന ഇപ്പൊ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്, അത് എന്തിനകത്താ വരുന്നത്? സിയിലാ വരുന്നത്. ഉഷ്ണ സമശീത കാലാവസ്ഥക്കകത്താണ് വരുന്നത്. അവിടെ ഉപോഷ്ണാർദ്ര മേഖല വരുന്നുണ്ട്, മെഡിറ്ററേനിയൻ വരുന്നുണ്ട്, സമുദ്ര പശ്ചിമ തീരം വരുന്നുണ്ട്. പിന്നെ ഡി എന്ന് പറയുമ്പം ശൈത്യ ഹിമവന കാലാവസ്ഥയാണ്. അതായത് ആർദ്ര ഭൂഖണ്ഡപര കാലാവസ്ഥ, ആർട്ടിക്, അതായത് നമ്മൾ പറയത്തില്ലേ ഭയങ്കര തണുപ്പുള്ളതാണ് ഡി എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്ന ഇ എന്ന് പറയുന്ന ശൈത്യ കാലാവസ്ഥയാണ്. തുന്ദ്ര ശൈത്യ കാലാവസ്ഥ ഇ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ധ്രുമ ഹിമചിത്ര കാലാവസ്ഥയൊക്കെ ഇക്കകത്താ വരുന്നത്. എ എന്ന് പറഞ്ഞ ഉഷ്ണമേഖല ആർദ്ര കാലാവസ്ഥ, ബി വരണ്ട കാലാവസ്ഥ, സി എന്താ പറഞ്ഞത്? ഉഷ്ണ സമശീത കാലാവസ്ഥ, ഡി ശൈത്യ ഹിമവന കാലാവസ്ഥ, ഈ ശൈത്യ കാലാവസ്ഥ, എച്ച് പർവ്വതം, എച്ച് ഹിൽ എന്ന് ഓർക്കുക, പർവ്വത കാലാവസ്ഥ. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എച്ച് നമ്മൾ മുമ്പേ പറഞ്ഞതിനകത്ത് ഇല്ലായിരുന്നു. ഇത്രയും പറഞ്ഞതിനകത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ വരണ്ടത്. ബാക്കിയെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുറച്ച് തണുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക. എച്ച് വരുവാണെങ്കിൽ അവിടെ പർവ്വത കാലാവസ്ഥ ഓർക്കുക. പർവ്വത കാലാവസ്ഥ, അവിടെയും മഞ്ഞു മൂടിയ പർവ്വത പ്രദേശമാണ്, അവിടെ ടെമ്പറേച്ചർ കുറവല്ലേ. സോ പർവ്വത കാലാവസ്ഥയിലും എന്താണ് വരുന്നത്? അവിടെയും മഞ്ഞിന്റെ അളവ് കൂടുതലായിരിക്കും എന്ന് ഓർത്തു വെച്ചേക്കാം. ഇവിടെ താഴോട്ട് കൃത്യമായി കിടപ്പുണ്ട്. ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെയാണെന്ന് ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കുക, ചാപ്റ്റർ നമ്പർ 12 ലോക കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനവും. അതിനകത്ത് ഓരോ സ്ഥലങ്ങളിലും എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ട് പോകുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എയില് ഉഷ്ണമേഖല ആർദ്ര കാലാവസ്ഥ, അല്ലാതെ ഉഷ്ണമേഖല ഈർപ്പമുള്ള കാലാവസ്ഥ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഉഷ്ണമേഖല ഈർപ്പമുള്ളത്. ഭൂമധ്യരേഖയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള പശ്ചിമ ആഫ്രിക്ക, ഈസ്റ്റ് ഇൻഡീസ് ദ്വീപ്,
ഇവയൊക്കെയാണ് ഉഷ്ണമേഖല ഈർപ്പമുള്ളതിനകത്ത് വരുന്നത്. ദെൻ ഉഷ്ണമേഖല മൺസൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം നോക്കി വെച്ചേക്ക. ഉഷ്ണമേഖല മൺസൂൺ AM എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം, തെക്കേ അമേരിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗം, വടക്കൻ ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ഏതാ? ഉഷ്ണമേഖല മൺസൂൺ. ഇത് പഠിച്ചു വയ്ക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡം വരുന്നതും തെക്കേ അമേരിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗം, വടക്കൻ ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത് ഉഷ്ണമേഖല മൺസൂൺ ആണ്. എന്തിന്റെ അണ്ടറിലാ വരുന്നത്? ഉഷ്ണമേഖല ആർദ്ര കാലാവസ്ഥ ക്യാപിറ്റൽ എയുടെ അണ്ടറിൽ വരുന്നു. അതുപോലെ കനത്ത മഴയുള്ള വേനൽക്കാലം, വരണ്ട ശൈത്യകാലവും സവിശേഷതകളാണ്. അതുപോലെ ഈർപ്പമുള്ളതും വരണ്ടതുമായിട്ടുള്ള ഉഷ്ണ കാലാവസ്ഥയാണ് AW. ഇത് എവിടേക്കാ വരുന്നതെന്ന് നോക്കിക്കേ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉഷ്ണമേഖല ഈർപ്പമുള്ള കാലാവസ്ഥാ പ്രദേശങ്ങളുടെ വടക്കും തെക്കും ഭാഗങ്ങളിൽ ഇത്തരം കാലാവസ്ഥയുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഉഷ്ണമേഖല ഈർപ്പമുള്ളത്, അതായത് തെക്കേ അമേരിക്കയുടെ ആമസോൺ തടം, ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള പശ്ചിമ ആഫ്രിക്ക, ഈസ്റ്റ് ഇൻഡീസ് ദ്വീപുകളുടെ എല്ലാം തന്നെ വടക്കും തെക്കും ഭാഗങ്ങളിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രസീലിലെ ആമസോൺ വനമേഖലയുടെ വടക്കു തെക്കു ഭാഗങ്ങൾ, തെക്കേ അമേരിക്കയിലെ ബൊളീവിയയുടെയും പരാഗ്വേയുടെയും സമീപ പ്രദേശം, മധ്യ ആഫ്രിക്കയുടെ തെക്കുഭാഗം, സുഡാൻ എന്നിവിടങ്ങളിലൊക്കെ ഈ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പം എല്ലാം നമുക്ക് പറയാൻ നേരമില്ലാത്തത് കൊണ്ടും എല്ലാം കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരുപാട് സമയമുള്ളത് കൊണ്ടും ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ച് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ആ സ്ഥലങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് കയറാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നെക്സ്റ്റ് ചോദ്യം ഞാൻ പറഞ്ഞോട്ടെ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ബിലോ ആർ ദ ഹൊറിസോൺസ് ഓഫ് എ മെച്യൂർ സോയിൽ പ്രൊഫൈൽ, അറേഞ്ച് ദം ഇൻ എ പ്രോപ്പർ സീക്വൻസ് ഫ്രം സർഫസ് ടു ബെഡ് റോക്ക്. A horizon, O horizon, B horizon, E horizon, C horizon and D R horizon. ഇതിനകത്ത് സോയിൽ പ്രൊഫൈൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സോയിൽ പ്രൊഫൈൽ ചോദിക്കുന്ന സമയത്ത് മണ്ണ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് +1 ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. മണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പഠിക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും മുകളിൽ കണ്ടോ, ഭൂമിയിൽ എടുക്കുന്ന കുഴികളിൽ നമുക്ക് മണ്ണിന്റെ 3 പാളി കാണാമെന്നാണ് ഇവിടെ പറയുന്നത്. ഇവയെ നമ്മൾ ഹൊറിസോൺ അഥവാ മണ്ഡലം എന്നാണ് വിളിക്കുന്നത്. ഭൂമിയിലേക്ക് നമ്മൾ അടിയിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് കുഴിച്ചു പോകുന്ന സമയത്ത് കുറെ ഹൊറിസോൺസ് മണ്ഡലങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഈ മണ്ഡലം മീൻസ് അതായത് ഓരോ സെക്ഷൻസ് ഓരോ പാർട്ടുകളുണ്ട്, മണ്ഡലം അഥവാ ഹൊറിസോൺസ് എന്ന് വിളിക്കുന്നു. ഏറ്റവും മുകളിലത്തെ മേഖലയെ നമ്മൾ A ഹൊറിസോൺ മണ്ഡലം A എന്നും, ഇത് സസ്യ വളർച്ചയ്ക്ക് സുപ്രധാനമായ ജൈവ പദാർത്ഥങ്ങളും ധാതു അംശങ്ങളും പോഷകാംശങ്ങളും ജലവും ഇടകലർന്ന മണ്ണിന്റെ മണ്ഡലമാണ്. അതായത് ഏറ്റവും മുകൾ ഭാഗം. മണ്ഡലം A സിയുടെയും പരിവർത്തന മേഖല മണ്ഡലം B ആണ്. അതായത് ABC ഇങ്ങനെയാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് സോയിൽ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് എയും ബിയും സിയും മാത്രമല്ല, ഞാൻ ഒന്ന് പറയാം. ഇവിടെ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലോ, AOBECR ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ ആ ഒരു പോക്കെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, സോയിൽ പ്രൊഫൈൽ. There are different types of soil, each with its own set of characteristics. പല തരത്തിലുള്ള മണ്ണുണ്ട് അല്ലെ, പല തരത്തിലുള്ള മണ്ണുണ്ട്. ആ മണ്ണിന്റെ വർഗീകരണത്തെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചുവന്നതും മഞ്ഞ അതായത് അലൂവിയൽ സോയില്, ബ്ലാക്ക് സോയില്, റെഡ് ആൻഡ് യെല്ലോ സോയില്, ലാറ്ററൈറ്റ് സോയില്, അറിഡ് സോയില്, സലൈൻ സോയില്, പീറ്റി സോയില് അതായത് പീറ്റ് മണ്ണ്, ഫോറസ്റ്റ് സോയില്, ഇങ്ങനെ പലതരത്തിലുള്ള മണ്ണാണ് നമുക്കുള്ളത്. ഇതിനകത്ത് ഡിഗ് ഡൗൺ ഡീപ്പ് ഇൻ ടു എനി സോയിൽ, ഈ സോയിലിനകത്ത് ഏതൊരെണ്ണം നമ്മൾ കുഴിച്ചു ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കുറെ ലെയേഴ്സ് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ഹൊറിസോൺസ് അഥവാ ലെയേഴ്സ് ഓർ ഹൊറിസോൺസ് എന്ന് വിളിക്കുന്നത്. OAEBCR ഇത് ഇത്രയാണ് പ്രധാനപ്പെട്ട ലെയേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഹൊറിസോൺസിനെ നോക്കുന്ന സമയത്ത് ബയോഗ്രഫി എടുക്കാന്ന് പറയും, അല്ലെങ്കിൽ പ്രൊഫൈൽ നോക്കാന്ന് പറയും. പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഏതൊക്കെയാണ് ABC എന്ന് പറയുന്ന പ്രധാന മണ്ഡലങ്ങളാണെന്ന് പറഞ്ഞു. അവിടെയാണ് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മോസ്റ്റ് സോയിൽ ഹാവ് 3 മേജർ ഹൊറിസോൺസ് ABC. ചിലതിന് ഒരു ഓർഗാനിക് ഹൊറിസോൺ ഓയും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ആൻഡ് സം ഹാവ് ആൻ ഓർഗാനിക് ഹൊറിസോൺ. ഇനി ഹൊറിസോൺസ് ഏതൊക്കെയാണ്? O എന്ന് പറയുന്നത് ഹ്യൂമസ് ഓർ ഓർഗാനിക് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹ്യൂമസ് ഓർ ഓർഗാനിക് എന്ന് വിളിക്കും. മോസ്റ്റ്ലി ഓർഗാനിക് മാറ്റേഴ്സ് സച്ച് ആസ് ഡീകമ്പോസിംഗ് ലീവ്സ്. The O horizon is thin in some soil, thick in others and not present all in others. എല്ലാ മണ്ണിലും കാണണമെന്നില്ല, വളരെ തിന്നായിട്ടുള്ളതും ചില സോയിൽസിൽ മാത്രം കാണപ്പെടുന്ന ഈ ഓർഗാനിക് മാറ്റേഴ്സും അതായത് ഇലയൊക്കെ പൊടിഞ്ഞുണ്ടാവുന്ന ചെറിയൊരു തിന്നായിട്ടുള്ള ഒരു ലെയർ ആണ് O അല്ലെങ്കിൽ ഓർഗാനിക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമസ് അല്ലെങ്കിൽ ഓർഗാനിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കുക. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ സോയിലും ഇല്ലെങ്കിൽ പോലും ഏറ്റവും ആദ്യം കാണപ്പെടുന്നത് ആരാണ്?
ഓ ഹൊറിസോൺ ആണ്, ഓ ആണെന്ന് പറഞ്ഞു. ഇനി നോക്കിക്കേ, ബാക്കി ശ്രദ്ധിക്കുക. അടുത്ത എ ആണ്, ടോപ്പ് സോയിൽ. മോസ്റ്റ്ലി മിനറൽസ് ഫ്രം പേരന്റ് മെറ്റീരിയൽ വിത്ത് ഓർഗാനിക് മാറ്റേഴ്സ് ഇൻകോപ്പറേറ്റഡ്. ഈ ഓർഗാനിക് മാറ്ററും നമ്മുടെ പേരന്റ് മെറ്റീരിയൽസിന്റെ അതിൽ നിന്ന് കിട്ടുന്ന മിനറൽസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള പ്ലാന്റ്സിനും മറ്റു ഓർഗാനിസത്തിനും ഒക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള ടോപ്പ് സോയിൽ, അതാണ് എ എന്ന് പറയുന്നത്. ദെൻ ഇ ആണ് വരുന്നത്, എലിവിയേറ്റഡ് എന്ന് പറയും. അതായത് ലീച്ച്ഡ് ക്ലേ, മിനറൽസ്, ഓർഗാനിക് മാറ്റേഴ്സ് ലിവിംഗ് എ കോൺസെൻട്രേഷൻ ഓഫ് സാൻഡ് ആൻഡ് സിൽറ്റ് പാർട്ടിക്കിൾസ് ഓഫ് ക്വാർട്സ് അതർ റെസിസ്റ്റന്റ് മെറ്റീരിയൽസ്. അതായത് ചില മണ്ണിൽ, ഇതെല്ലാ മണ്ണിലും ഒരുപോലെയാണെന്ന് പറയുന്നില്ല, ചിലതിനകത്ത് മിസ്സിംഗ് ആവാം, ചിലതിനകത്ത് കാണാം. അതാണ് ഈ പറഞ്ഞ ഇ, എലൂവിയേറ്റഡ് എന്ന് പറയുന്ന സോയില്, ആ ഒരു സബ് സോയില്. പിന്നെ ബി ആണ്, സബ് സോയിൽ എന്നാണ് വിളിക്കുന്നത് ബി. ഇവിടെ മിനറൽസ് ഒരുപാട് ഉണ്ടായിരിക്കും, കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഫ്രം ദ എ ഓർ ഇ ഹൊറിസോൺ ആർ അക്യുമുലേറ്റഡ് ഹിയർ. ഈ എയും ഇയും എല്ലാം കൂടെ ചേർന്ന് കാണപ്പെടുന്നതാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഓ ആണ്, പിന്നെ അത് കഴിഞ്ഞപ്പോ എന്ത് വന്നു, ഈ എ വന്നു, പിന്നെ ഇ വന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബി ആണ് അടുത്തത് അല്ലെ, സബ്സോയിൽ ആണ്. ദെൻ സി ആണ് അടുത്തത്, പേരന്റ് മെറ്റീരിയൽ. അതായത് അടുത്ത നെക്സ്റ്റ് ലെവലാണ് ഈ ഒരു സി എന്ന് പറയുന്നത്, പേരന്റ് മെറ്റീരിയൽ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ബെഡ് റോക്ക്, ആർ എന്ന് പറയും. മാസ് ഓഫ് റോക്ക്, അതായത് താഴോട്ട് കുഴിച്ചെന്ന പാറയാണെന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് ആർ, ബെഡ് റോക്ക് എന്ന് പറയും. എ മാസ് ഓഫ് റോക്ക് സച്ച് ആസ് ഗ്രാനൈറ്റ്, ബസാൾട്ട്, ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് കാണപ്പെടുന്ന ഒരു ബെഡ് റോക്ക് ആണ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഓർഡർ നോക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക, ഒ, എ, ഇ അല്ലയോ, പിന്നെ ഏതാ നമ്മൾ പറഞ്ഞത്, സി, ആർ. ഈ ഓർഡർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ എ ആണ്. അപ്പൊ ആ ഓർഡർ നിങ്ങൾ തെറ്റിക്കരുത്, കൃത്യമായിട്ട് ഓർക്കുക. ഒ ഉണ്ട്, എ ഉണ്ട്, ഇ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ആർ ഉണ്ട്. ഇതാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചാപ്റ്റർ, മണ്ണ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കൃത്യമായിട്ട് മെയിൻ കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഓർക്കുക, ഇത് ഇത്രയുമാണ് സോയിൽ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ. പിന്നെ ഈ താഴോട്ട് കിടന്നിരിക്കുന്ന ഓരോ മണ്ണും അത് എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പം കുറച്ചുകൂടെ അകത്തേക്ക് പോയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. അതെല്ലാം വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. അതായത് ചോദിക്കാൻ സാധ്യതയുള്ള 1-2 ചാപ്റ്റേഴ്സ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ വൻകരകളും സമുദ്രത്തിന്റെ വിതരണവും എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മാക്സിമം വീഡിയോസ് തരാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.